everyone, welcome to my new video. My name is Lija John. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, ചിലരെ എത്ര ശ്രമിച്ചാലും അവരെ വിഷമിപ്പിക്കാനോ അവരെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ, അതായത് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരാൾക്ക്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു 6 ടൈനി ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു 6 ടൈനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളെ പലരും മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്കൂളിലാവാം, കോളേജിലാവാം, വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിലാവാം, അല്ലെങ്കിൽ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പിയർ ഗ്രൂപ്പിൽ എവിടെയും ആവാം, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കാണുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയത്തില്ലേ, ചില 80s ആൻറ്റിമാരെന്നൊക്കെ പറഞ്ഞ് ട്രോൾസിലൊക്കെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളൊന്ന് ചൊറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് ചിലവർക്ക് ഭയങ്കര ഹേർട്ടാവും. എന്നാൽ ചില ആൾക്കാർ ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോകും. അങ്ങനെയുള്ളവർ ലൈഫിൽ നല്ല രീതിയിൽ വിജയിക്കും. എന്ത് പ്രശ്നം വന്നാലും അതിനെ എല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും. മാത്രമല്ല, അക്കൂട്ടർ എന്താ ചെയ്യുന്നതെന്നറിയാമോ, അവരിങ്ങനെ ഒരു പ്രോബ്ലം കാണുമ്പോൾ ആ പ്രോബ്ലത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതിന് വേണ്ട സൊല്യൂഷൻസ് അവർ തന്നെ കണ്ടുപിടിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരെ ആർക്കും അങ്ങനെ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളുടെ മേലിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ്, നമ്മൾ മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, ഇതെല്ലാം ഇവിടം വരെ ആയതിൻ്റെ റീസൺ നമ്മളാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യും. അത് കേൾക്കുമ്പം ഈ പറഞ്ഞ പോലെ വീക്കായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒന്ന് ഡൗട്ട് അടിക്കും, അത് ശരിയാണല്ലോ, അവർ പറഞ്ഞതിലൊക്കെ പോയിന്റ് ഉണ്ട് എന്ന് വിശ്വസിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്റ്റേബിളായിട്ട്, ഇമോഷണലി സ്റ്റേബിളായിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉള്ള ആൾക്കാർ, അവർക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് അവരുടെ മൈൻഡിൽ അടിവരയിട്ട് അവർക്കറിയാം. അതുപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ 6 ടൈനി ബിഹേവിയേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കുന്നത് വഴി നമുക്ക് എന്താണ് പ്രയോജനം? യെസ്, നമുക്കും ഇതൊക്കെ വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. നമ്മളുടെ ലൈഫിലും ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ നമുക്കിതൊക്കെ കൊണ്ടുവരാം. അപ്പോൾ നമ്മളെയും ഇതുപോലെ അങ്ങനെ കണ്ണി കണ്ടവർക്കൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദേ വാല്യൂ ഇന്റഗ്രിറ്റി ഓവർ ഗെറ്റിംഗ് അപ്രൂവൽ ഫ്രം അതർ പീപ്പിൾ. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്നറിയാം, ഇപ്പം മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ പറ്റി മറ്റുള്ളവർ നല്ലത് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുക. ഇപ്പം നമ്മളുടെ വീട്ടിലാവാം, നമ്മളുടെ ഓഫീസിലാവാം, സ്കൂളിലോ കോളേജിലൊക്കെ ആവാം, നമ്മളുടെ ചുറ്റുമുള്ളവർ നമ്മൾ നല്ലൊരാളാണ്, നമ്മൾ ചെയ്തതെല്ലാം അടിപൊളിയാണ്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് നമ്മളെ പറ്റി പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ? ഇപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ? അതുപോലെ തന്നെ ഈ ചില ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അവർക്ക് അവരെ പറ്റി നല്ലത് പറയുന്നത് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. ആരെങ്കിലും അവരുടെ നെഗറ്റീവ്സ് എന്തെങ്കിലും കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് എന്താ, ആ പറഞ്ഞ ആൾക്കുള്ളിൽ എന്തോ ഇവരോട് പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ട്, അസൂയുണ്ട്, അവർക്ക് ഈഗോ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ കൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് ഇവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ വീക്കായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ, അതായത് ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് പീപ്പിൾ, അവർ എന്താ ചെയ്യുന്നതെന്നറിയോ, അവർക്ക് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ നിന്നൊരു ഗുഡ് അപ്രീസിയേഷൻ ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അവർ ഇൻറ്റഗ്രിറ്റിയാണ് ആഗ്രഹിക്കുന്നതെന്നല്ല, അവർ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ വാട്ട് അതർ പീപ്പിൾ സേ. അതായത് ഇപ്പം അവരുടെ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇന്ന് കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, ഭയങ്കര സുന്ദരനായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവർ ഓക്കെ താങ്ക് യു, കഴിഞ്ഞു, അത് അവിടെ കഴിഞ്ഞു. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, എന്നെ പറ്റി അവർ നല്ലതെന്ന് പറഞ്ഞു, ഞാനിന്ന് ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞു, ആ ദിവസം അവർ ഫുൾ മൊബൈലിൽ നോക്കി കുറച്ച് സെൽഫീസൊക്കെ എടുത്തു, പിന്നെ പോയി മിററിൽ നോക്കുന്നു, പിന്നെ ആ കോസ്റ്റ്യൂം അവർ വീണ്ടും വീണ്ടും ഇടുന്നു, അന്നത്തെ ഹെയർ സ്റ്റൈൽ അവർ വീണ്ടും വീണ്ടും ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ? എല്ലാവരും അല്ല, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവാം. പക്ഷെ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താ ചെയ്യുന്നത്, അവരത് ഓക്കെ
താങ്ക് യു, കഴിഞ്ഞു. ദെൻ അവർ അവരുടെ കാര്യം നോക്കി പോവുകയാണ്. അതിപ്പം എക്സ്റ്റേണൽ ബ്യൂട്ടിയുടെ കാര്യം മാത്രമല്ല, അവർ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണല്ലോ അവർക്ക് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത് മാത്രം അവർ അക്സെപ്റ്റ് ചെയ്യും, ഉള്ളിലേക്ക് എടുക്കും. അവരോട് ഒരാൾ നെഗറ്റീവ് പറയുകയാണ്, നിങ്ങൾ ഇന്നലെ ചെയ്ത വർക്ക് അത്ര പോരായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ അവർ ആണോ, അതിനെന്തായിരുന്നു കുഴപ്പം എന്നിവർ ആലോചിക്കും. ശരിയാണ്, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് പോരായിരുന്നു, ഇതിവിടെ കുറച്ചുകൂടെ കറക്ഷൻസ് ആവശ്യമുണ്ട്, ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, അവർ പറഞ്ഞത് കറക്റ്റാണ്, അവരത് കറക്റ്റ് ചെയ്യും. അവർ വീണ്ടും കാണുമ്പോൾ വേണമെങ്കിൽ പറയും, നിങ്ങൾ പറഞ്ഞത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അത് കാരണം എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, താങ്ക് യു, നിങ്ങളുടെ ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഈ കൈൻഡ് ഓഫ് പീപ്പിളിനുണ്ടാവുക. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, പക്ഷേ അവരെന്നോട് അസൂയ ഉള്ളതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞ് എന്ന് ചിന്തിച്ച് പിന്നെ ആ ആളിനെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക, ആ ആളിനെ കാണുമ്പോൾ കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കുക, അയാളെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോവുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 7 അയലത്തൂടെ പോയിട്ടില്ലാത്ത ആൾക്കാരുടെ ലക്ഷണമാണ്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് മാത്രം മറ്റ് നമ്മൾ പറഞ്ഞ ആൾക്കാർ മനസ്സിൽ വെക്കത്തുള്ളൂ. അല്ലാതെ ആൾക്കാരുടെ അപ്രീസിയേഷന് വേണ്ടി മാത്രം നല്ലത് ചെയ്യുക അങ്ങനെയില്ല. അവർ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഇപ്പം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൽ പെർഫെക്ഷനേക്കാളുപരി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അതിനെ പൊക്കി പറയണം, അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ. സോ അങ്ങനെ ആവാതിരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് ഈ ഒരു ബിഹേവിയറിലൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് നിങ്ങളെ തളർത്താനും പലരും മുന്നോട്ട് വന്നേക്കും. ആർക്കും അങ്ങനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് അറിയണ്ടേ? ദേ ഒബ്സർവ് ആക്ഷൻസ്, നോട്ട് വേർഡ്സ്. അതായത് അവർ ഒരാളിൻ്റെ പ്രവൃത്തിയാണ് ഒബ്സർവ് ചെയ്യുന്നത്, വാക്കുകളല്ല. വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും അല്ലേ? പക്ഷെ ഒരാളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അയാളുടെ ആക്ഷൻസിലൂടെയാണ്, അയാൾ ചെയ്യുന്ന കാര്യത്തിലൂടെയാണ്. അയാൾ പറയാണ്, ഞാൻ ഡെയിലി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്ന് പറയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അയാൾ 4 മണിക്കൊക്കെ ഉറക്കമാണ്. അപ്പോൾ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളുടെ ഒരു റൂംമേറ്റ്, നമ്മളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ ഒരു റൂംമേറ്റ് രാവിലെ 4 മണിക്ക് അലാം വെച്ചിട്ട് എഴുന്നേൽക്കുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാണ്. പക്ഷെ അതിനെപ്പറ്റി പറഞ്ഞ് നടക്കുന്നില്ല. അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ മറ്റുള്ളവരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് ഇൻഫ്ലുവൻസ് ആവുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ പറയാണ്, എൻ്റെ വീട്ടിൽ ഒരുപാട് കാറുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ലക്ഷറി തിങ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവരങ്ങ് വാവ് കൊള്ളാമല്ലോ, എനിക്കതൊക്കെ ഒന്ന് കാണണം, എനിക്ക് അവരുടെ ഇതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഈ ആളിനോട് അവർക്കൊരു ഭയങ്കര ഇഷ്ടം, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഭയങ്കര അവരിലങ്ങ് ഇൻഫ്ലുവൻസ്ഡ് ആവും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ വലിയ കാര്യമുള്ളതായിട്ട് തോന്നത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ കാണുമ്പോൾ വിശ്വസിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറം ഒരാളിൽ അങ്ങ് കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകുന്ന ടൈപ്പല്ല. അപ്പോൾ ഒരാൾ അവരോട് ഒരു കാര്യം പ്രോമിസ് ചെയ്യുമ്പോൾ ആ പ്രോമിസും വിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തില്ല. ആൾക്കാരാണ്, മനുഷ്യരാണ്, എപ്പോൾ വേണമെങ്കിലും മനസ്സും മാറാം, സാഹചര്യങ്ങളും മാറാം. സോ പ്രോമിസസ് എന്നൊക്കെ പറയുന്നത് ഒരു ലൈഫ് ലോങ് ഉള്ള ഒരു കാര്യമായിട്ട് അവർ കൺസിഡർ ചെയ്യത്തില്ല. എന്നാൽ ആ പ്രോമിസൊക്കെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യുന്നവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, അത് വേറൊരു സത്യമാണ്. പക്ഷെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ പലപ്പോഴും അവരുടെ ആ ഒരു വേർഡ്സിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഈ ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ഒരാളിൻ്റെ വേർഡ്സിൽ ട്രസ്റ്റ് ചെയ്യത്തില്ല, ഒരാളുടെ പ്രവൃത്തികൾ മാത്രം അവർ ഒബ്സർവ് ചെയ്യും. ആ ആക്ഷൻസ് ഒബ്സർവ് ചെയ്താൽ നമുക്കൊരു കാര്യത്തിൻ്റെ നീക്കുപോക്ക് എങ്ങനെയാണെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരാൾ പറയുന്ന ബ്ലാ 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 വർത്താനത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യാതെ അവരുടെ ആക്ഷൻസിലായിരിക്കും ഈ കൂട്ടർ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. ആർക്കും അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കാത്ത ആൾക്കാരെ പറ്റിയല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് ദേ അക്സെപ്റ്റ് ദ ഡാർക്കസ്റ്റ് സൈഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യരാണ്, മാറ്റങ്ങൾ ഉണ്ടാവാം, മാറ്റങ്ങൾ അനിവാര്യമാണ്, സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നവരാണ് മനുഷ്യർ അല്ലേ? അപ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങളെ ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനോട് പറയണം, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല എന്ന്. പക്ഷേ വീട്ടിലെ ഒരു പ്രഷർ മൂലം അവർക്ക് ബ്രേക്കപ്പ് ആവേണ്ടി വരുമ്പോൾ ഈ ഒരു പെൺകുട്ടി മേ ബി അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ലൈഫ് ലോങ് വേണമെങ്കിൽ അല്ലെങ്കിൽ കുറേ കാലങ്ങളോളം അതിൻ്റെ പിന്നിൽ നടക്കും.
അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, അവർ അത്രയും നാളും ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് എല്ലാം മറന്ന് ശത്രുക്കളെ പോലെ ജീവിക്കുകയാണ്. അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഈഗോ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ഒരാൾക്ക് മേ ബി അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല ആ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവർ എപ്പോഴും വേണമെങ്കിലും ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. അതായത് അവരുടെ ഒരു വീക്ക്നെസ് അതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴും എന്താവണം, ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ മുന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് അവരെപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ മുന്നിൽ ആരൊക്കെയാണ് ഇപ്പം അവരെ തള്ളിപ്പറഞ്ഞത്, അവരോട് ആൾക്കാർ സംസാരിക്കുന്ന രീതി എന്തൊക്കെയാണ്, കഴിഞ്ഞു പോയ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചത്, ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്, ഇതെല്ലാം അവർ മനസ്സിലാക്കും. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവും. ഇതില്ലാത്തവർ ഒരു ക്ലിങ്ങി നേച്ചറായിട്ട് അവരുടെ പിന്നാലെ നടക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളുടെ ലൈഫിൽ സംഭവിച്ചു പോയ ഒരു ഡാർക്ക് ഇൻസിഡൻറ്റ്, അത് ചിലപ്പം ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ഈ കൂട്ടർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. ഇത് മനുഷ്യ സഹജമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എനിക്ക് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചത്, അത് കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോവാൻ റെഡിയാവും. ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദേ ലിസൺ ബിയോണ്ട് വേർഡ്സ്. അതായത് ഇപ്പം നമ്മളൊരു ഫാമിലി ഫംഗ്ഷന് പോവുകയാണ്. ഫാമിലി ഫംഗ്ഷന് പോകുമ്പം നമ്മൾക്ക് ഒരു റിലേറ്റീവ് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മളോട് വലിയ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവരുടെ കണ്ണൊക്കെ വേറെയാണ്. അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് നമ്മളോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിലാണ് അവരവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവർ പറയുന്ന കാര്യം കേൾക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നോർമലി ഒരാളാണെങ്കിൽ അവരെ പോകാൻ അനുവദിക്കും, ലെറ്റ് ദം ഗോ. അല്ലെങ്കിൽ ചില ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ അവരെ പിടിച്ചു നിർത്തി ആ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇതേപോലെയുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്സിലും അല്ലെങ്കിൽ മറ്റുള്ളിടത്തും സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ പറയുന്നതിലല്ല, അതിനപ്പുറമുള്ള കാര്യങ്ങൾ അവരുടെ ആക്ഷൻസിൽ, അവരുടെ ബോഡി ലാംഗ്വേജിൽ, അവരുടെ ഐ കോണ്ടാക്റ്റിൽ, ഇതിലെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ സയൻസ് ആണത്. അവിടെ നിൽക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണം. വേറെ ആൾക്കാർ വരുന്നുണ്ട്, അവരാണ് അവരുടെ അടുത്ത ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് ആയിട്ടുള്ള സോൺ അതാണ്. സോ അവർക്ക് അവിടെ പോകണം. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. ഇത് റിലേഷൻഷിപ്പിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പം ഈവൻ ഒരു ബിസിനസ് പാർട്ട്ണറിൻ്റെ കാര്യത്തിലാണല്ലോ, എന്തിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ മുന്നിൽ ഒരാൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ആ ആൾ നമ്മളോട് സംസാരിക്കുന്നത് 100% ഇൻട്രസ്റ്റോട് കൂടിയാണോ എന്ന് ചിന്തിക്കുക. അയാളുടെ ഐ കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മളോട് നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളും അവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റ് അവരുടെ ഫേസിലും അവരുടെ ബോഡിയിലും ഉണ്ടാവും. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് തെന്നിമാറി കളിക്കും, വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കും. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട അവസ്ഥ വരും. അവരിങ്ങോട്ട് ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണോ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ അത് നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഹസ്ബൻഡോ വൈഫോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് അവർ വേർഡ്സ് മാത്രമല്ല, സംസാരിക്കുമ്പോൾ മറ്റു പലതും അവർ നോട്ടീസ് ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ വോയിസിൽ വരുന്ന ചേഞ്ച് പോലും നമ്മൾ ശ്രദ്ധിക്കാം. അവർക്ക് നമ്മളോട് താല്പര്യമില്ല എന്ന് അവരെ കൊണ്ട് പറയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ മാറുക. ഇപ്പോൾ പലരും അങ്ങനെ പറയണമെന്നില്ല, അവർ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് അവർ പറയരുത്. അതിന് മുന്നേ തന്നെ നമ്മളുടെ ഒരു മാനേഴ്സ് നമ്മൾ പുറത്തെടുക്കണം. നമ്മൾ അവിടെ നിന്ന് തന്നെ മാറാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ്. നമുക്ക് തന്നെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാൻ പറ്റില്ല, പക്ഷേ ഈ എക്സ്പ്രസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ, നമ്മുടെ കൂടെ പുറത്ത് ഔട്ടിങ്ങിന് വരാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ വരാനോ താല്പര്യമുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾക്ക് പുറത്തൊരു ഫിലിമിന് പോകണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വിളിക്കുമ്പം അവർക്ക് വരാൻ താല്പര്യമില്ല, പക്ഷെ അവരെന്തെങ്കിലും എക്സ്ക്യൂസ് പറയാണ്,
ദെൻ നെക്സ്റ്റ് ടൈം നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അവർ വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നീട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഓൺ കമ്പനി തന്നെ സ്വീകരിക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു സിനിമ കാണാൻ പോകും, എന്ത് സംഭവിക്കാനാണ്? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ കൊണ്ടുപോയിക്കോ. നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും എന്തായാലും ഉണ്ടാവും. അവരെ കണ്ടുപിടിക്കുക, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ദേ ഹാവ് ഇമോഷണൽ കൺട്രോൾ. അതായത് ഇപ്പം ഒരു വീക്കായിട്ടുള്ള ഒരാളിനെ നമുക്ക് പെട്ടെന്ന് ത്രട്ടൺ ചെയ്ത് ദേഷ്യപ്പെടുത്താം, കരയിപ്പിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ഇമോഷണൽ കൺട്രോൾ ഉള്ള ആളുണ്ടല്ലോ, ആ ആളിനെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും കരയിപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും പറ്റുന്ന വരത്തില്ല. ഇപ്പം പെട്ടെന്ന് ഒരു കാര്യം കാണുമ്പോൾ ട്രിഗർ ആവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വീക്ക് ആണെന്നാണ് അതിനർത്ഥം. ഒരു പോയിന്റിൽ ഞാനും അങ്ങനെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു സ്പാർക്ക് മതി, എനിക്ക് ദേഷ്യം വരും, കരച്ചിൽ വരും, അല്ലെങ്കിൽ ആളിനോട് ഭയങ്കര ശത്രുത പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വരുമായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം മാറ്റിയെടുത്തു. നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ട്. നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമുക്ക് തന്നെ ഉണ്ടാവണം. അതായത് നമ്മുടെ ഇമോഷൻസിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ തന്നെ വേണം. അതിന്റെ റിമോട്ട് നമ്മൾ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫസ്റ്റ് തന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കുക. നമുക്കൊരു പേഴ്സണൽ ബുക്ക് ഉണ്ടാവണം. ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്കൊരു പേഴ്സണൽ ഡയറിയോ പേഴ്സണൽ ബുക്കോ ഉണ്ടാവണം. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സങ്കടം വരുന്നത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് മറ്റൊരാളിനെ സംശയം തോന്നുന്നത്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം ദേഷ്യം വരുന്നത് ഇപ്പം നിങ്ങളെ പറ്റി, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി കളിയാക്കുമ്പോൾ, അതുപോലെ നിങ്ങളുടെ വോയിസിനെ പറ്റി കളിയാക്കുമ്പോൾ, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വർക്കിനെ പറ്റി കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെപ്പറ്റി കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞ് കളിയാക്കുമ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയറിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ ആ ആളിനെ പറ്റി പറഞ്ഞ് നിങ്ങളെ കളിയാക്കി നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന്. ദെൻ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളെ ഈ കാര്യം വെച്ച് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മ വെക്കണം, ഇപ്പം ഞാൻ ദേഷ്യപ്പെട്ടാൽ ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്ന എൻ്റെ വിലയാണ്, എൻ്റെ ഇമേജാണ് ഇവിടെ ഇടിഞ്ഞു പോകുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കൺട്രോൾഡ് ആയിട്ട് നിന്നാൽ ഇവരെല്ലാവരും അതിശയിച്ചു പോകും, ഇവൾക്ക് അല്ലെങ്കിൽ ഇവൻ ഇത്രയും പവർ ഉണ്ടോ, ഇത്രയും മൈൻഡ് പവർ ഉണ്ടോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ചെറിയ ഇമോഷണൽ ചേഞ്ച് പോലും വന്നില്ലല്ലോ എന്ന് അവർ വണ്ടർ അടിച്ചു. സി, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ആലോചിക്കുക. ആദ്യത്തെ ദേഷ്യപ്പെടുമ്പം നമുക്ക് അന്നേരം കുറച്ച് ഇതൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, ഞാൻ വളരെ ബോറായിപ്പോയി എന്ന് തോന്നും. പക്ഷെ നമ്മൾ അവിടെ കൺട്രോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ മെച്യൂർഡ് ആയിട്ടാണ് അവിടെ ബിഹേവ് ചെയ്തതെന്ന്. അവർക്ക് തന്നെയായിരിക്കും അവിടെ ഒരു ലോസ്റ്റ് ഫീല് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് ലൈഫിൽ സക്സസ് ആവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കും അങ്ങനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് പോയിന്റ് ഏതാണെന്ന് അറിയണ്ടേ? അതിനു മുൻപ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ പറയാൻ വന്ന ലാസ്റ്റ് പോയിന്റ് എന്താണ്? ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ബട്ട് കണക്റ്റഡ്. അതായത് ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നതിനെ പലരെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവും. ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് വെച്ചാൽ ആരുമായിട്ടും കണക്ഷൻ ഇല്ലാതെ, ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ലാതെ, സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം രീതിയിൽ ജീവിക്കുക. ജോലിയൊക്കെ ആയിട്ട് വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ച് പോയി വേറെ വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ല, എല്ലാം തനിയെ ചെയ്തോളാം, അങ്ങനെ ജീവിക്കാം, ആരെ അടുപ്പിക്കത്തില്ല. ഇതല്ല ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുക. ഇനി ആരും എൻ്റെ ലൈഫിൽ വേണ്ട, എനിക്കിനി ആരെയും വേണ്ട എന്നുള്ള തീരുമാനമല്ല എന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഇതറിയാവുന്നവരുണ്ടാവും, പക്ഷെ ഞാനിതൊക്കെ പറയുന്നത് ഇപ്പോഴും ഇതൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവാം, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ മറ്റുള്ളവരെ എന്നും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുക എന്നത് അല്ല.
മറിച്ച് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. ലൈഫിൽ ഇത്ര നാളിനുള്ളിൽ എനിക്ക് ഇന്ന പൊസിഷനിലെത്തി എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ കഴിയണം. അറ്റ്ലീസ്റ്റ് എൻ്റെ ബേസിക് നീഡ്സ് എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യണം. അതായത് നമ്മുടെ ബേസിക് നീഡ്സ്, നമ്മുടെ ക്ലീനിങ്, കുക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾ തന്നെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ എന്നും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സർവൈവ് ചെയ്യാനുള്ള സ്കിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ അതുപോലെ തന്നെ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുക. അതായത് ചില ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ ലൈഫ് പാർട്ട്ണറിൽ കംപ്ലീറ്റ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാണും. അതായത് എൻ്റെ പാർട്ട്ണറാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത്, എൻ്റെ ഫ്രണ്ടാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കീ എന്നൊക്കെ പറയും. അതായത് അവരെന്നോട് മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല, അവരുടെ കൂടെ പുറത്ത് പോയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വീക്കെൻഡ് കംപ്ലീറ്റ് ആവത്തില്ല, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ വരരുത്. നമ്മളിൽ ഓക്കെ ആയിരിക്കണം. ഇപ്പം ആരും സംസാരിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞല്ലോ, ഇപ്പം കുറച്ച് സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ സംസാരിക്കണം, പക്ഷെ അവരെ കിട്ടുന്നില്ല. അപ്പോൾ എന്താവും? അപ്സെറ്റ് ആവും, കുറച്ച് വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ വരും. ഇത് എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ ആവുന്നത് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് തന്നെ എൻ്റർടൈൻ ചെയ്യിക്കുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് എല്ലാം ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണാം, പുറത്ത് കറങ്ങാൻ പോവാം, പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാം, ക്ലീനിങ് ചെയ്യാം. നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജേർണൽ എഴുതാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസോ വർക്കൗട്ടോ വേണമെങ്കിൽ ചെയ്യാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങളെ മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത പോയിന്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ എന്താണ് ടോപ്പിക് എന്ന് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് മറ്റുള്ള ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ, അങ്ങനെയുള്ള ആൾക്കാരുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ പല തവണ ആലോചിച്ച് കണ്ടുപിടിച്ച പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷനോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ മാക്സിമം കമൻസിന് റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ ചാനലാണ്, അപ്പോൾ ഞാനൊരു ബിഗിനർ കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഇത് പോരായ്മകളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള പോയിന്റ്സ്, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്ന് എനിക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. കാരണം പല സൈക്കോളജിക്കൽ ബുക്സിൽ അല്ലെങ്കിൽ വലിയ വലിയ ഓതേഴ്സിൻ്റെ ബുക്സിൽ നിന്ന്, അതുപോലെ ലോകത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്പീച്ചിൽ നിന്നൊക്കെ ഞാൻ റെഫർ ചെയ്ത കാര്യങ്ങൾ, പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒരിക്കലും ഫെയിലിയർ ആയി പോയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ നിന്നല്ല പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യുക. So thank you so much for watching. Take care. Bye.